കഴിഞ്ഞ 1.5 മാസക്കാലമായി ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഉത്തർപ്രദേശിലേക്ക് ആകർഷിച്ച യോഗി താരമായി മാറുന്നു. ഇന്ന് നടക്കുന്ന മഹാസ്നാനത്തോടുകൂടി കഴിഞ്ഞ 1.5 മാസക്കാലത്തിലേറെയായി നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് പരിസമാപ്തിയാകുകയാണ്. 1.5 ലക്ഷം കോടി വരുമാനം, അതായത് സർക്കാർ വരുമാനം പ്രതീക്ഷിച്ചായിരുന്നു ഈ കുംഭമേള ആരംഭിക്കുമ്പോൾ. ഒപ്പം തന്നെ 45 കോടി ഭക്തരെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ സർവകാല റെക്കോർഡിലേക്ക് അത് കടന്നിരിക്കുന്നു. 3 ലക്ഷം കോടി രൂപ സർക്കാർ വരുമാനം മാത്രമാകുമ്പോൾ 65 കോടി പേർ കുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. ഇന്നുകൂടി കഴിയുമ്പോൾ കണക്ക് അല്പം കൂടി വ്യത്യാസപ്പെടും. ഒരുപക്ഷെ അത് 67 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. ഇത് സർക്കാരിന് മാത്രം വിവിധ നികുതി ഇനത്തിലും മറ്റും ലഭിച്ച തുകയാണ് 3 ലക്ഷം കോടി രൂപ. അപ്പോൾ സ്വാഭാവികമായി അവിടെ നടന്ന ബിസിനസ്, വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള അനവധി ബ്രാൻഡുകളാണ് അവിടെ ഉണ്ടായിരുന്ന. കൊക്കക്കോള പോലെയുള്ള മഹാഭീമന്മാരായ കമ്പനികൾ പോലും കുംഭമേളയിൽ സജീവമായിരുന്നു. അപ്പോൾ കുറഞ്ഞ പക്ഷം $1 ട്രില്യൺ ബിസിനസ് നടന്നിട്ടുണ്ടാകാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏതായാലും അതിന് കൂടുതൽ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. ഇനി കുംഭമേളയിൽ ഇത് എന്തുകൊണ്ട് യോഗി താരമാകുന്നു എന്ന് ചോദിച്ചാൽ, യോഗിയുടെ ഭരണമില്ലാതിരുന്ന 2013 12,000 കോടി രൂപയാണ് അർദ്ധ കുംഭമേളയ്ക്ക് ലഭിച്ചത്. 2019 എത്തുമ്പോഴേക്കും യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു കുംഭമേള നടന്നത്. അന്ന് ലഭിച്ചത് 1.2 ലക്ഷം കോടി രൂപയാണ്. അതായത് 2013 12,000 കോടി രൂപയായിരുന്നത് 2019 യോഗി എത്തിയപ്പോഴേക്കും അത് 1.2 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോഴത് 3 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2019 24 കോടി പേരാണ് കുംഭമേളയിൽ പങ്കെടുത്തതെങ്കിൽ ഇന്നത് 65 കോടി പേരിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുവരെയുള്ള കണക്കാണ്. ഈ ദിവസം കഴിഞ്ഞാലും ഈ പ്രയാഗ്രാജിലേക്ക് ഭക്തർ എത്തും. ഒരു അവസാന കണക്ക് ഇനി കുറച്ച് ദിവസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മികച്ച സംഘാടനം ആയിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ രീതിയിൽ തന്നെ ജനം കൂടുന്ന ഒരിടത്ത് വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു. ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ലോകം മുഴുവൻ ഭീകര സംഘടനകളുടെ താണ്ഡവമാടുന്ന ഈ കാലത്താണ് ഇത്തരം ഭക്തരെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ലോകത്തിന് തന്നെ അത്ഭുതമായിക്കൊണ്ട് മഹാകുംഭമേള പര്യവസാനിക്കുന്നത്. ഏതായാലും യോഗിക്ക് 1000 നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം വളരെ ഭംഗിയായി തന്നെ കഴിഞ്ഞ 1.5 മാസക്കാലം കൊണ്ട് ഈ ഒരു വലിയ ചടങ്ങ് നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ സംഭവമായി തന്നെ അത് മാറുന്നു. യോഗി ഇന്ത്യയുടെ ചരിത്രത്തിൽ പുതിയ ഏട് എഴുതി ചേർക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.